നമ്മൾ മോഹനത്തിലെ സ്വരങ്ങൾ സരി ഗ പദ സ സദ പ ഗ രി സ. അപ്പം അത് നമ്മൾ ഇതിൽ വായിക്കുമ്പം അതിൻ്റെ സ്വരസ്ഥാനം ഇങ്ങോട്ട് വയ്ക്കണം. ഇത് ഗമകങ്ങളൊന്നും ഇല്ലാണ്ട്. അപ്പോൾ നമ്മൾ ഗമകങ്ങൾ ഇടുമ്പം നമ്മൾ ഇതിൽ നമ്മൾ മോഹനത്തിൽ നമുക്ക് രണ്ട് രീതിയിലുണ്ട്. ആദ്യം നമുക്ക് രണ്ട് സ്വരങ്ങളുള്ള ഗമകങ്ങളായിട്ട് നോക്കാം. ആദ്യം അപ്പം സ ജി ജി എന്നുള്ളത് സ ഗരി ഗ സ ഗരി ഗ പ സദ സ പ സ സദ പ ഗ ഗരി സ. ഒന്നുകൂടി പറയാം. സ ഗരി ഗ പ സദ പ സ പ സ സദ പ ഗ ഗരി സ. അതാണ് ആ ഗമകത്തിൻ്റെ പറയുവാണെങ്കിൽ വരുന്നത്. അപ്പോൾ ഈ ഗരി എന്ന് വായിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് ആ ഗാ കേൾക്കാൻ പാടില്ല. നമ്മൾ തുടങ്ങുന്നത് ഗായി എന്നാണ്, പക്ഷെ അത് ചെറിയൊരു ഫ്രാക്ഷനേ ഉള്ളൂ. അപ്പോൾ ശരിക്കും കയ്യേടെ നോക്കുവാണെങ്കിൽ അപ്പോൾ നമ്മൾ ഗമകൾ ഇല്ലാതെ വായിക്കുവാണെങ്കിൽ അത് സ്ട്രെയിറ്റ്. ഗമകൾ എടുക്കുമ്പം സാ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം ഓപ്പൺ ചെയ്തിട്ടാണ് ജിയിലോട്ട് വരുന്നത്. അല്ലെങ്കിൽ നോർമൽ നമ്മൾ സാരി എന്നാണ്. അതാണ് വ്യത്യാസം അല്ലേ. സ അതാണ് ആ സരിക എന്നുള്ളത്. ഇപ്പം ഇപ്പം നമ്മൾ സാധാരണ വായിക്കുകയാണെങ്കിൽ ഗമങ്ങൾ ഇടുമ്പം ഓപ്പൺ ചെയ്യുമ്പോൾ സായായി. അപ്പം അത് കഴിഞ്ഞിട്ട് സായ ഹയ്യ സാ പോകാനായിട്ട് നമ്മൾ നോർമൽ ഗമങ്ങൾ ഇല്ലെങ്കിൽ ഗമങ്ങൾ വരുമ്പം സ സദ പഗ ഗരി. അതാണ് ഗമകത്തിൻ്റെ. അതൊന്ന് ട്രൈ നോക്കി. പക്ഷെ പിന്നെ അത് ആ കൺസെപ്റ്റ് ഒന്ന് നോക്കി ആ സ്ഥലങ്ങളിൽ നിന്നുള്ള ആ ഫ്ലോ അത് ശരിയാക്കി നമുക്ക് പിന്നെ ഇടയ്ക്കിരിക്കുമ്പോൾ നമുക്ക് ഒരു പ്രാക്ടീസ് ചെയ്യാം.